വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. അതിനു മുമ്പ് എനിക്ക് ചെറുതായിട്ട് ചുമയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശബ്ദത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളൊന്ന് സഹകരിക്കണം കേട്ടോ. ഇപ്പൊ 2026 ജാനുവരി 28-ന് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാണ്? നമ്മളെല്ലാവരും പേപ്പറിൽ കണ്ടിട്ടുണ്ടാവൂലേ? എന്നാണ് മരിച്ചത്? ആ മരിച്ച ദിവസം ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. 2026 ജാനുവരി മാസം 28-ാം തീയതി വിമാനാപകടത്തിൽ അന്തരിച്ച ആരാണ്? മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ പേര് അജിത് പവാർ. ആരാണ്? അജിത് പവാർ ആണ്. അജിത് പവാർ ആണ് 2026 ജാനുവരി 28-ന് വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എന്താണ്? കേന്ദ്ര കിഴങ്ങുവിള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഉണ്ടല്ലോ. ആ ഗവേഷണ കേന്ദ്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വാണിജ്യവൽക്കരിക്കാൻ ലൈസൻസ് കിട്ടിയ വാണിജ്യവൽക്കരിക്കാൻ ലൈസൻസ് കിട്ടിയ കിഴങ്ങുവിള ഇനം ഏതാണ്? കിഴങ്ങുവിള ഇനത്തിന്റെ പേര് ജാമുനി എന്നാണ്. അപ്പോ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വാണിജ്യവൽക്കരിക്കാൻ ലൈസൻസ് ലഭിച്ച കിഴങ്ങുവിള ഇനത്തിന്റെ പേര് ജാമുനി എന്നാണ്. 2026 ജാനുവരി മാസത്തിൽ അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അടിമത്തം നിയമവിധേയമാക്കിയതാരാണ്? അഫ്ഗാനിസ്ഥാൻ. ക്ലിയർ ആയോ കുട്ടികളെ? അടുത്തത്, രാജ്യത്ത് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ എവിടെയാണ്? ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. രാജ്യത്ത് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സ്റ്റേറ്റ് കേരളമാണ്. 2024-25 വർഷത്തെ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയാണ്? 6.19%. ഒന്ന് പറഞ്ഞേ, 2024-25 വർഷത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.19%. രാജ്യത്ത് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളം. 2026 ജാനുവരിയിൽ അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാൻ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വാണിജ്യവൽക്കരിക്കാൻ ലൈസൻസ് കിട്ടിയ കിഴങ്ങുവിള ഇനം ജാമുനി. 2026 ജാനുവരി 28-ന് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അജിത് പവാർ. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അടുത്തത്, സർക്കാർ ആശുപത്രികളിൽ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ കേന്ദ്രീകരിച്ച് മെനോപോസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം എന്താണ്? മെനോപോസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം. ഏത് സംസ്ഥാനത്താണ് മെനോപോസ് ക്ലിനിക്ക് ആരംഭിച്ചത്? എവിടെയാണ്? മഹാരാഷ്ട്ര. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ കേന്ദ്രീകരിച്ച് മെനോപോസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളില് നല്ലതിനെ അഭിനന്ദിച്ചും തെറ്റ് കണ്ടാൽ ശാസിക്കാതെ ബോധവൽക്കരിച്ചും അധ്യയനം നടത്താൻ ആരംഭിച്ച പദ്ധതി. അപ്പൊ കുട്ടികളിൽ എന്തെങ്കിലും നല്ലത് കണ്ടാൽ നല്ലതിനെ എന്ത് ചെയ്യണം? അഭിനന്ദിക്കണം. നല്ലതിനെ അഭിനന്ദിച്ചും, അതുപോലെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ, തെറ്റ് കണ്ടാൽ എന്താ ചെയ്യണ്ടേ? ബോധവൽക്കരിക്കണം. ശാസിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ബോധവൽക്കരണം നടത്തണം. അതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്നേഹം പദ്ധതി. എന്താണ്? സ്നേഹം പദ്ധതി. നല്ലതിനെ അഭിനന്ദിച്ചും തെറ്റ് കണ്ടാൽ ബോധവൽക്കരണം നടത്തിയും അധ്യയനം നടത്താൻ ആരംഭിച്ച പദ്ധതി സ്നേഹം പദ്ധതി. ഇനി UNO, ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ
31 ഏജൻസികൾ ഉൾപ്പെടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയത് ഏത് രാജ്യമാണ്? പിന്മാറിയ രാജ്യമാണ് അമേരിക്ക. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് ഏതാണ്? അമേരിക്ക. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ്. എന്താണ് അതിന്റെ പേര്? നമോ ഗ്രീൻ ട്രെയിൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ നമോ ഗ്രീൻ ട്രെയിൻ ആണ്. ഇനി IPL ടൂർണമെന്റ് സംപ്രേഷണം വിലക്കിയ രാജ്യം ഏതാണ്? IPL ടൂർണമെന്റ് സംപ്രേഷണം വിലക്കിയ രാജ്യം ബംഗ്ലാദേശ് ആണ്. IPL ടൂർണമെന്റ് സംപ്രേഷണം വിലക്കിയത് ബംഗ്ലാദേശ് ആണ്. വിലക്കിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. അപ്പൊ IPL ടൂർണമെന്റ് വിലക്കി ബംഗ്ലാദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ നമോ ഗ്രീൻ ട്രെയിൻ. യുഎൻഒക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പിന്മാറിയത് അമേരിക്ക. ഗവൺമെന്റ് സ്കൂളുകളിൽ നല്ലതിനെ അഭിനന്ദിച്ചും തെറ്റ് ചെയ്താൽ അതിനെ ബോധവൽക്കരണം നടത്തിയും അധ്യയനം നടത്താൻ തീരുമാനിച്ച പദ്ധതി സ്നേഹം പദ്ധതി. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ മെനോപോസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സ്റ്റേറ്റ് മഹാരാഷ്ട്ര. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ഇടുന്ന 3 വീഡിയോസ് അതുപോലെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചുമയായതുകൊണ്ടും ഈ ഒരു ഇതിന് തയ്യാറായത്. അപ്പോൾ എന്താ പറയാ, നിങ്ങളെല്ലാവരും ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് സോറി കേട്ടോ. തീരദേശ സംരക്ഷണ സേന എന്താണ്? അടുത്തത് തീരദേശ സംരക്ഷണ സേന ഉണ്ടല്ലോ. ആ തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപവൽക്കരിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപാണ്. ഏതാണ്? സമുദ്രപ്രതാപ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേര് സമുദ്രപ്രതാപ് എന്നാണ്. ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ, ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പൊ കൂടുതൽ അല്ലെ. ആ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ ആദ്യമായിട്ട് ടെസ്ലയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയത് ആരാണ്? BYD ആണ്. ആരാണ്? BYD. എവിടത്തെയാണ്? ചൈന അല്ലെ. BYD ചൈന. അപ്പോ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയത് ചൈനയാണ്. അടുത്ത ചോദ്യം, 38ാമത്തെ കേരള സയൻസ് കോൺഗ്രസ് വേദി. 38ാമത്തെ കേരള സയൻസ് കോൺഗ്രസ് വേദി എറണാകുളം. 38ാമത്തെ കേരള സയൻസ് കോൺഗ്രസ് വേദി എറണാകുളം. അടുത്തത് 2026 പ്രായപൂർത്തിയാകുന്നതിനുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചത് ഏത് രാജ്യമാണ്? UAE ആണ്. കണ്ടോ, 2026 പ്രായപൂർത്തിയാകുന്നതിനുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചതാരാ? UAE ആണ്. ഇനി യൂറോ കറൻസി എല്ലാവർക്കും അറിയാം അല്ലെ. ഈ യൂറോ കറൻസി ഔദ്യോഗിക കറൻസിയാക്കിയ 21ാമത്തെ രാജ്യം ഏതാണ്? 21ാമത്തെ രാജ്യം ബൾഗേറിയയാണ്. അപ്പൊ യൂറോ കറൻസി ഔദ്യോഗിക കറൻസിയാക്കി 21ാമത്തെ രാജ്യം ബൾഗേറിയ. 2026 പ്രായപൂർത്തിയാകാനുള്ള പ്രായം 21-ൽ നിന്ന് 18ആയി കുറച്ചത് UAE. 38ാമത്തെ കേരള സയൻസ് കോൺഗ്രസ് വേദി എറണാകുളം. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ ആദ്യമായിട്ട് ടെസ്ലയെ മറികടന്ന് 1-ാമതെത്തിയത് BYD. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി വികസിപ്പിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ
ഏതാണ്? സമുദ്രപ്രതാപ്. ക്ലിയർ ആയില്ലേ? ഇനി ലോകത്ത് ഏറ്റവും അധികം അരി ഉൽപ്പാദിപ്പിച്ചിരുന്നത് ചൈനയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം അരി ഉൽപ്പാദിപ്പിക്കുന്നത് അരിയുടെ പ്രൊഡക്ഷൻ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന നിലവിൽ ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. അടുത്തത് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് വികസിപ്പിച്ച കന്നുകാലി ഇനം ഏതാണ്? ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച കന്നുകാലി ഇനത്തിന്റെ പേര് വൃന്ദാവനി എന്നാണ്. ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച കന്നുകാലി ഇനം ഏതാണ്? വൃന്ദാവനിയാണ്. ഇനി ഗൂഗിളിന്റെ പുതിയ AI സാങ്കേതിക വിദ്യയാണ് ജെമിനി എന്ന് നമുക്കറിയാം അല്ലെ. ഗൂഗിളിന്റെയാണ് ജെമിനി എന്ന് നമുക്കറിയാം. ഈ ജെമിനിയുടെ ഇമെയിൽ തയ്യാറാക്കുന്നതിനുള്ള പുതിയ ഫീച്ചർ എന്താണ്? ഹെൽപ്പ് മീ റൈറ്റ്. എന്താണ്? ഹെൽപ്പ് മീ റൈറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഗൂഗിളിന്റെ എന്താണ് പുതിയ സാങ്കേതിക വിദ്യയായ ജെമിനിയുടെ ഇമെയിൽ തയ്യാറാക്കാൻ സഹായിക്കുന്ന പുതിയ ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എന്ന് പറയുന്ന സ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യണ്ടായി. ഈ അടുത്ത ദിവസം 23-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. ജാനുവരി 23-ാം തീയതി. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം എവിടെയാ? തിരുവനന്തപുരത്ത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നറിയാമോ? സൂക്ഷ്മജീവികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനത്തിനും അവയുടെ വികസനത്തിനും പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഏത്? സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. അപ്പൊ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എന്ന് പറയുന്ന സംഘടന ഈ ജാനുവരി 23-ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴക്കൂട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് സൂക്ഷ്മജീവികളുടെ വികസനം, അതുപോലെ പരീക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ആ ഉദ്ഘാടന വേളയില് കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയയെ കൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം, ഔദ്യോഗിക പക്ഷി, അങ്ങനെ വൃക്ഷം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയയുടെ പേരാണ് എന്താണ്? ബാസിലസ് സബ്റ്റിലിസ്. ഇതാണ് കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയ. അപ്പൊ ഇത്രയും പഠിക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയ ബാസിലസ് സബ്റ്റിലിസ് ആണ്. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത കഴക്കൂട്ടത്ത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഗൂഗിളിന്റെ ജെമിനിയുടെ പുതിയ ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച കന്നുകാലി ഇനമാണ് വൃന്ദാവനി. ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ചൈനയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയത് ആരാണ്? ഇന്ത്യയാണ്. അപ്പൊ ഇത്രയാണ്. അപ്പൊ 20 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സ് പറഞ്ഞു തരാമെന്ന് ആയിരുന്നു എന്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ബുദ്ധിമുട്ടിയിട്ടായാലും, ശബ്ദമൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം. എന്നാലും സാരില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. നമുക്കിനി 10 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ അതില് നമ്മൾ മാക്സിമം മാത്സ് ക്ലാസ്സുകൾ ചെയ്ത് നമ്മുടെ മാത്സും കൂടി അങ്ങോട്ട് അവസാനിപ്പിച്ച് നമ്മൾ 100 ദിവസത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.